370(35)(a) വകുപ്പുകൾ റദ്ദാക്കി ചരിത്രപരമായ തീരുമാനം കാശ്മീർ താഴ്വരയിൽ സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും പുതിയ അധ്യായം കുറിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 7 വർഷത്തിനിടെ ജമ്മു കാശ്മീരും ലഡാക്കും കൈവരിച്ചത്. ഭാരതീയ ഭരണഘടന പൂർണ്ണമായി നടപ്പിലാക്കിയതിലൂടെ വർഷങ്ങളായി അവഗണിക്കപ്പെട്ട വനിതകൾക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കും ഭരണഘടനാ അവകാശങ്ങൾ ഉറപ്പാക്കാൻ കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ഭരണഘടന, ഒരൊറ്റ പതാക. ആർട്ടിക്കിൾ 370 എന്ന തടസ്സമതിൽ തകർന്നു വീണതോടെ ജമ്മു കാശ്മീരിലും ലഡാക്കിലും ഭാരതത്തിൻ്റെ വികസന പ്രവാഹത്തിലേക്ക് പൂർണ്ണമായി ആഗിരണം ചെയ്യപ്പെടുകയായിരുന്നു. ഈ ചരിത്ര തീരുമാനത്തിൻ്റെ 7ാം വാർഷിക വേളയിൽ മേഖല കൈവരിച്ച മാറ്റങ്ങളെയും ആഗോള മുന്നേറ്റങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു മുന്നിൽ എണ്ണിപ്പറഞ്ഞു. കഴിഞ്ഞ 7 വർഷം കൊണ്ട് അടിസ്ഥാന സൗകര്യ രംഗത്ത് സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്കാണ് താഴ്വര സാക്ഷ്യം വഹിച്ചത്. റോഡ്, റെയിൽവേ കണക്ടിവിറ്റികൾ അതിവേഗം പൂർത്തിയായി. ആരോഗ്യരംഗത്തും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമുണ്ടായ വളർച്ച യുവാക്കൾക്ക് പുതിയ പ്രതീക്ഷ നൽകി. ദശാബ്ദങ്ങളായി അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ദളിത്, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾക്കും സ്ത്രീകൾക്കും ഇന്ത്യൻ ഭരണഘടന പൂർണ്ണ അവകാശങ്ങൾ ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി ജീവൻ അർപ്പിച്ച ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125ാം ജന്മവാർഷികം ആഘോഷിക്കുന്ന ഈ വർഷം ഓഗസ്റ്റ് 5-ന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഒരൊറ്റ ഭാരതമെന്ന അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ് 2019 ഓഗസ്റ്റ് 5-ൽ പൂർത്തീകരിക്കപ്പെട്ടത്. ഭീകരവാദത്തിൻ്റെ നിഴലിൽ നിന്ന് സമാധാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തിയ ജമ്മു കാശ്മീരും ലഡാക്കും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കുകയാണ്. ജനം, ഡൽഹി.